ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാനിന്നും കുറച്ച് എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ അല്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇന്നാൾ ഈ മുല്ലമാലയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രേസ്ലെറ്റിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഞാൻ ഹെയറിൻ്റെ ആക്സസറീസ് ഉണ്ടാക്കുന്നുണ്ട്, ഹെയർ ആക്സസറീസും ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നില്ല ഒന്നും. നേരത്തെ ഇതിന് സമയമൊക്കെ ഉള്ളപ്പോൾ കുറേ ഇതിൻ്റെ പുറകിന് നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ മാസത്തിൽ ഒന്നോ രണ്ടോ ഒക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കും. നമ്മുടെ ബിൽഡിങ്ങിലുള്ളവരും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഓടി വരും, കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഓരോന്നൊക്കെ പോകും. അപ്പോൾ ഇങ്ങനത്തെ ഞാനിങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുവാണ്. എൻ്റെ ഐഡിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുക, അല്ലാതെ റെഡിമെയ്ഡ് ഞാൻ വാങ്ങിക്കത്തില്ല. അപ്പം ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതിനകത്ത് കളറ് നമുക്ക് ഇപ്പോൾ ക്ലിയർ അല്ല, പക്ഷേ എല്ലാം നല്ല നല്ല കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറും ഒക്കെയാണ്. പക്ഷേ ഇതിനകത്തൊക്കെ എല്ലാം വൈറ്റായിട്ടാണ് തോന്നുന്നത് കാണുന്നത്. ഇങ്ങനെ ഓരോന്നോരോന്ന് നമ്മുടെ ഐഡിയ അനുസരിച്ച് നമ്മുടെ കയ്യിലെ മെറ്റീരിയൽസ് ഏതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇങ്ങനെ ചെയ്യുന്ന റിബണിൻ്റെ അതിലിങ്ങനെ ഫ്ലവറൊക്കെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതാണ്. പ്രത്യേകം അതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട, ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലിറ്റർ ട്യൂബ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി കളറുണ്ട്, വെറൈറ്റി കളറൊക്കെ ഉണ്ട്. അപ്പം അതുണ്ട്. വേണ്ട ഫ്ലവർ, ഇതൊക്കെ അങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഫ്ലവറിൻ്റെ ആ ഒരു ഇത് ഷീറ്റിൻ്റെ കേട്ടോ. ഇത് ബട്ടർഫ്ലൈ ആണ് കേട്ടോ, ക്ലിയർ ആണെന്നൊന്നും അറിയില്ല. അപ്പം ഇത് നമ്മൾ ഷീറ്റ് ഇങ്ങനെ ഒരു ഗ്ലിറ്റർ ഷീറ്റുണ്ട്, മിനുസമുള്ള കണ്ടോ, നല്ല മിനുസമൊക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ബട്ടർഫ്ലൈയുടെ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചതാണ്. നമ്മളിങ്ങനെ വെക്കുന്ന ഉടനെ അപ്പോൾ അതൊരു സൈഡിൽ ഇങ്ങനെയുണ്ട്, സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഈ ഐറ്റംസൊക്കെ ഉണ്ട്. അതും ഇതുപോലെ തന്നെ ഈ ക്ലിപ്പിൻ്റെ അത് കണ്ടുണ്ടോ, ബട്ടർഫ്ലൈ കണ്ടോ, ബട്ടർഫ്ലൈയുടെ ഇത് ഇങ്ങനെ വൺ സൈഡൊക്കെ ഓരോത്ത് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ടൈപ്പ്. പിന്നെ ഇത് റിബണേല ഉണ്ടാക്കിയതാണ്, റിബണേൻ്റെ. ഇത് ഇങ്ങനെ നമ്മൾ കുട്ടികളുടെയൊക്കെ വൺ സൈഡോ അല്ലെങ്കിൽ രണ്ട് സൈഡിലോ ഒക്കെ ഇങ്ങനെ വെക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, പിന്നെ കുറച്ചൊക്കെ ഉള്ളു. ഇതും റിബണാണ് കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ ഇതെല്ലാം ഞാൻ റിബണും ഫ്ലവറും ഒക്കെ വെച്ച് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതാ ഷീറ്റിൻ്റെ ഗ്ലിറ്റർ ഷീറ്റ്. അത് നമ്മുടെ ഓരോ ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇതും അതുപോലെ തന്നെ ആ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബട്ടർഫ്ലൈയോ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഓരോ സൈഡിലോ ഇങ്ങനെ പിള്ളേരുടെ സെൻറ്ററിലോ എവിടെ വേണമെങ്കിലും വെക്കാം. തലയില ഉണ്ടോ, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്കിതിനോട് താല്പര്യമില്ല, മെറ്റീരിയൽസൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ആ ഇടയ്ക്കൊക്കെ പ്രാന്തായിരുന്നേ, മെറ്റീരിയൽസ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുമായിരുന്നു. പിന്നെ വേണ്ടി ഇതുണ്ട്. ഇത് നമ്മൾ റിബണും കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയതാണ് കണ്ടോ. ഇതിങ്ങനെ നമുക്ക് ഒരു സൈഡിലൊക്കെ ഫ്ലവർ റോസാക്കും ഇരിക്കുന്ന പോലെ ഉണ്ട്. അപ്പം ഇതിൻ്റെ പല വെറൈറ്റി കളറൊക്കെ ഉണ്ടായിരുന്നു. കുറേയൊക്കെ മൂവ്മെൻ്റ് ആയിരുന്നു. ഇത് നല്ലതായിട്ട് ഓരോരുത്തർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു യെല്ലോ കളറുണ്ട് കണ്ടോ. ഇതിൻ്റെ പുറവശത്ത് ഈ ക്ലിപ്പാണ്, നല്ല ക്വാളിറ്റിയുള്ള ക്ലിപ്പാണിത്. അപ്പോൾ റിബണും കൊണ്ടിങ്ങനെ ഫ്ലവർ പോലെ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. പിന്നെ ഒരു ചെറിയൊരു ബോ ടൈപ്പ് ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ കോമ്പ്. ഇത് നമ്മുടെ പുറകിലിങ്ങനെ ചീപ്പ് പോലത്തെ ആ കോമ്പിൻ്റെ ഇതുള്ളതാണ്. ഫ്ലവർ ഇത് നമ്മൾ കോമ്പ് വേറെ ഫ്ലവർ വേറെ ആയിട്ടൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഫ്ലവർ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തതാണ്. നമ്മളിങ്ങനെ സാരി കൊടുക്കുമ്പോൾ ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ട് അതിൻ്റെ സൈഡിൽ ഈ ഫ്ലവർ ഇരിക്കുന്ന പോലെ തന്നെ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാൻ നല്ലതാണ്. അപ്പം അതിൻ്റെ കുറേ അത് സെയിം ആണ്, എല്ലാം ഫ്ലവറിലെ ഒരു വ്യത്യാസമുണ്ട് കണ്ടോ. പ്രത്യേകം കളറിലേ ആണേ ഉള്ളൂ, എല്ലാം ഒരേപോലത്തെയാണ്. ഫ്ലവർ കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ കണ്ടോ. ഈ കോമ്പൊക്കെ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉള്ളതാണ്, ഒടിത്തൊന്നുമില്ല, നല്ല വിലയുള്ള സാധനം തന്നെയാണ് നമ്മൾ വാങ്ങിച്ചുണ്ടാക്കുന്നത്. പിന്നെ മുല്ലമാല എല്ലാവരും കണ്ടതാണല്ലോ. മുല്ലമാല ഇതുപോലെ ഞാൻ മുല്ലമുട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ അത് ഇവിടെ ഇങ്ങനെയല്ല ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, വേറെ ഇല്ല വേണി എന്ന് പറഞ്ഞ് വട്ടത്തിൽ ഇവിടുത്തുകാർ വെക്കുന്ന വേറെ ഒരു ടൈപ്പാണ്. ഇതും വെക്കും. പിന്നെ ഇതിപ്പോൾ ഞാൻ കുറച്ച് മുല്ലമുട്ട് അധികം ഇരുന്നത് കൊണ്ട് ഇങ്ങനെ മുല്ലമാല പോലെ ഉണ്ടാക്കി വെച്ചതാണ്. ഓണമൊക്കെ അല്ലേ വരുന്നത്, ആരും വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് വെക്കാമെന്ന് വിചാരിച്ച്. ഇവിടെ മുല്ലപ്പൂവിനൊക്കെ നല്ല വിലയാണ്. അപ്പം ഇത് നല്ല തിക്നെസ്സിലാണ് ഞാൻ കൊരുത്തെടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഞാൻ കെട്ടിയിട്ടുണ്ടാണ്. ഇതിങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയല്ലേ മുല്ലമുട്ട് കെട്ടിയെടുക്കുന്നത്. അപ്പോൾ അതുപോലെ കെട്ടിയും എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല ഒറിജിനലായിട്ട് തോന്നില്ലേ. നമ്മുടെ ദൂരെ നിന്ന് മണമില്ലെന്നേ ഉള്ളൂ, പക്ഷേ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറിജിനൽ മുല്ലപ്പൂവാന്ന് വിചാരിക്കും. അപ്പം
ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, മുല്ലമാലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രേസ്ലെറ്റ്, മുത്തിൻ്റെയൊക്കെ ബ്രേസ്ലെറ്റ്. ഇത് ഇഷ്ടം പോലെ വാങ്ങിച്ചിട്ടുണ്ട് ഓരോരുത്തർ കേട്ടോ. ഇവിടെ കുട്ടികളൊക്കെ ട്യൂഷൻ വരുന്ന കുട്ടികളൊക്കെ മിക്കപ്പോഴും വാങ്ങിക്കും ഇത്. അപ്പം ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. അന്നേരം അവർ പറയുമ്പോൾ ഉണ്ടാക്കണ്ടല്ലോ, അതിന് കുറേ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പല കളറിലെ ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു വീഡിയോ, ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനിയുണ്ട് കുറച്ച് കീ ചെയിൻ ഉണ്ടാക്കുന്നുണ്ട്, റേസിൻ്റെ കീ ചെയിൻ. അതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, റേസിൻ്റെ കീ ചെയിൻ ആൽഫബറ്റ്സ് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടികൾ. ഇപ്പോൾ ഒന്നിനും സമയമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാറില്ല. പിന്നെ അന്ന് കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഇപ്പം ഇരിപ്പുണ്ട്. ആരെങ്കിലുമൊക്കെ വല്ലപ്പോഴും ഒന്ന് ചോദിക്കുമ്പോൾ എടുത്ത് കാണിക്കുക. അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ വാങ്ങിക്കും, എങ്കിൽ അവർ പോകും. അല്ല അവർ പറയും ഇന്ന രീതിയിൽ ഉണ്ടാക്കി തരണം, ഇന്ന കളറിലെ വേണമെന്നൊക്കെ പറയുവാണെങ്കിൽ അന്നേരം തന്നെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ കലാവിരുതുകൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബായ്.